Dear students, welcome to English class. Today, let's start the remaining part of the article Project Tiger written by Satyajit Ray. 8th paragraph. Yet a dog might be difficult, not impossible to handle. Satyajit Ray says that yet a dog might be difficult. There may be a difficulty to train a dog for a film, but not difficult to handle it, to manage it. റേ പറയുന്നു, ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സംവിധായകൻ വിചാരിക്കുന്നത് പോലെ ഒരു ഡോഗിനെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമായിരിക്കാം. എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്, ബട്ട് പക്ഷേ നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ആ ഡോഗിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമല്ല. അതിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിക്കുക, അതിനെ അവിടെ എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊന്നും ഒരു ഡിഫിക്കൽട്ടായ ഒന്നല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദ വാസ് എ നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു? ഒരാൾ എന്തു ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഇഫ് ദ വാസ് എ നീഡ്, ആവശ്യമായി വന്നാൽ, ഫോർ എ ടൈഗർ, ഒരു കടുവേ ഇൻ എ ഫിലിം, ഒരു സിനിമയിൽ. അപ്പോൾ ഡോഗിൻ്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിലുള്ള ഒരു കടുവയെ ഒരു സിനിമയിലേക്ക് ആവശ്യമായി വന്നാൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഡോഗിനെ പോലെയല്ലല്ലോ കടുവ. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് സത്യജിത് റേ ചോദിക്കുന്നു. എന്നിട്ട് സത്യജിത് റേ പറയുന്നു, വി ഹാഡ് ടു ഡീൽ വിത്ത് മീൻസ് മാനേജ്. വി ഹാഡ് ടു ഡീൽ വിത്ത്, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വന്നു, ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ദിസ് പ്രോബ്ലം ടു, ഈ ഒരു പ്രശ്നം കൂടി. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു കടുവയെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റേ തൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു, ഞങ്ങൾ ഈ പ്രശ്നം കൂടി ഫേസ് ചെയ്യേണ്ടതായി വന്നു. എപ്പോൾ? വെൻ വി വർ ഷൂട്ടിംഗ്, ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയായിരുന്നപ്പോൾ, ഗൂബി ഗൈനെ ബാഗ ബൈനെ, അത് സത്യജിത് റേയുടെ ഒരു സിനിമയുടെ പേരാണ്. സത്യജിത് റേ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയുടെ പേരാണ്. ഈ റേയുടെ ഈ ഒരു സിനിമയിലാണ് ഹി യൂസ്ഡ് റിയൽ ടൈഗർ, യഥാർത്ഥത്തിലുള്ളൊരു കടുവയെ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു കടുവയെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ കടുവയെ ഉപയോഗിച്ചപ്പോൾ ഹി ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടു, കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൂബി ഗൈനെ ബാഗ ബൈനെ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിയൽ ടൈഗറിനെ ഉപയോഗിക്കേണ്ടതായി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇൻ ദ ഫിലിം, ഞാൻ സിനിമയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് റേ പറയുന്നത്. ഇൻ ദ ഫിലിം, ഈ സിനിമയിൽ ഗൂബി ഒരു കഥാപാത്രമാണ്, ഒരു ക്യാരക്ടറാണ്. ഇൻ ദ ഫിലിം, ഈ സിനിമയിൽ ഗൂബി എന്ന് പറയുന്ന ക്യാരക്ടർ ഹു ഈസ് ബാനിഷ്ഡ്, എക്സൈൽഡ്, ബാനിഷ്ഡ് എന്ന നാട് കടത്തുക. ആ സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഗൂബി എന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്, ഗൂബി എന്ന് പറയുന്ന ക്യാരക്ടറെ, കഥാപാത്രത്തെ എന്ത് ചെയ്യുന്നു? ഹു ഈസ് ബാനിഷ്ഡ്, നാട് കടത്തപ്പെടുന്നു ബൈ ദ കിങ്, അയാളുടെ രാജാവ്. അങ്ങനെ ആ ഗൂബി എന്ന് പറയുന്ന യങ്സ്റ്റർ, യുവാവ്, വാണ്ടേഴ്സ്, അലഞ്ഞു നടക്കുന്നു ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിലൂടെ. മീറ്റ്സ്, അലഞ്ഞു നടക്കുന്ന ഗോപി എന്ത് ചെയ്യുന്നു? മീറ്റ്സ്, കണ്ടുമുട്ടുന്നു ബാഗ എന്ന് പറയാം, അനദർ ക്യാരക്ടർ ഇൻ ദ ഫിലിം. ആ സിനിമയിലെ മറ്റൊരു ക്യാരക്ടറായി, ചെറുപ്പക്കാരനായിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് ബാഗയെ ഫോറസ്റ്റിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്, ആ ബാഗ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാളെയും അയാളുടെ രാജാവ് നാട് കടത്തിയതായിരുന്നു. അപ്പോൾ രണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ, ഒന്ന് ഗൂബി, മറ്റൊന്ന് ബാഗ. ഈ രണ്ട് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഈ രണ്ടാളുകളെയും അവരുടെ രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോ ഒരു പണിഷ്മെൻറ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ ഫോറസ്റ്റിലേക്ക് നാട് കടത്തി. ഇവർ ഫോറസ്റ്റിലൂടെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഗൂബിയും ബാഗയും പരസ്പരം കണ്ടുമുട്ടുന്നു. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അങ്ങനെ കാട്ടിൽ വെച്ചിട്ട് ഗൂബിയും, രണ്ട് ക്യാരക്ടേഴ്സായിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം, ഒരു കോമഡി ഫിലിമാണിത്. അപ്പോൾ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള ഗൂബിയും അതുപോലെ തന്നെ ബാഗയും എന്ത് ചെയ്യുന്നുണ്ട്? ദേ സീ എ ടൈഗർ, അവർ ഒരു കടുവയെ കണ്ടുമുട്ടുന്നു. ആൻഡ് ഫ്രീസ്, അവർ മരവിച്ചു പോകുന്നു. ബോത്ത് ഓഫ് ദ യങ്സ്റ്റേഴ്സ് വർ അഫ്രൈഡ് ഓഫ് ദ ടൈഗർ. ടൈഗറിനെ കണ്ടിട്ട് രണ്ടുപേരും, ഗൂബിയും ബാഗയും ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി. ബട്ട് പക്ഷേ the tiger simply walks about in the forest without paying them the slightest attention.
ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്, കടുവ അവരെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. കടുവ വളരെ സിമ്പിളായിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്നു. വിത്തൗട്ട് പേയിങ് ദം, വിത്തൗട്ട് ഗിവിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അവരെ ഒന്ന് ചെറുതായിട്ട് പോലും ശ്രദ്ധിക്കാതെ, അവരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള 2 ചെറുപ്പക്കാരെ മൈൻഡ് ചെയ്യാതെ, ഒട്ടും മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, കടുവ കാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. ഇതാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട കടുവ വരുന്ന, ടൈഗർ വരുന്ന ആ ഒരു ഷോട്ട്. 9th പാരഗ്രാഫ്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട്. ആ ഒരു സീനിനെ കുറിച്ചിട്ട് ചിന്തിച്ചപ്പോൾ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട്, എനിക്ക് വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഏത്? ടൈഗർ അടങ്ങുന്ന അല്ലെങ്കിൽ ടൈഗർ ഉൾപ്പെടുന്ന ആ ഒരു സീൻ. എന്താണ് സീന്? ബാഗയും ഗോപിയും കണ്ടുമുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കാട്ടിൽ നിന്ന് ഒരു കടുവ ഇവരുടെ മുമ്പിലേക്ക് വരുന്നു. പക്ഷേ കടുവ എന്ത് ചെയ്യുന്നു, ഇവരെ ശ്രദ്ധിക്കാതെ കടുവ മറ്റൊരു ഭാഗത്തേക്ക് കാട്ടിലൂടെ നടന്നു പോകുന്നു. ഇതാണ് കടുവയുടെ സീൻ. ആ ഒരു സീനിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ റേ പറയുന്നു, വളരെ സിമ്പിളായിട്ട് ഇത് ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷെ എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ കണ്ടെത്തുക? യഥാർത്ഥ റിയലായ ഒരു ടൈഗറിനെയാണ് റേ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, കടുവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയലായിട്ടുള്ളൊരു ടൈഗറിനെയാണ് ആർക്ക് വേണ്ടത്? സത്യജിത്രയ്ക്ക് വേണ്ടത്. അപ്പോൾ ചോദിക്കുന്നു, ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. എവിടെയാണ് ഒരു ടൈഗറിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ കിട്ടുക? The obvious thing to do was to look in a circus since they were likely to have a trained animals. അങ്ങനെ ചിന്തിച്ചപ്പോൾ, എവിടെ നിന്ന് ഒരു റിയലായ ടൈഗറിനെ കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ, ദ ഒബിയസ് തിങ്, ദ ക്ലിയർ തിങ്, വ്യക്തമായ ഒരു കാര്യം, ടു ഡു, ചെയ്യാനുള്ള ഈ ഒരു കാര്യം, ഈ ഒരു ടൈഗറിനെ കിട്ടാനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ്. എവിടെ പോയി നോക്കണം? ഒരു സർക്കസിൽ പോയി നോക്കണം. സിൻസ്, ബിക്കോസ്, കാരണം. അങ്ങനെ സർക്കസിൽ പോയി നോക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരാനുള്ള കാരണം എന്താണ്? റേ പറയുന്നു, ദേ വർ ലൈക്ലി ടു ഹാവ്, ആ സർക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആര്? ട്രെയിൻഡ് ആനിമൽസ്, പരിശീലനം ലഭിച്ച മൃഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹി ഹാസ് ടു ഗോ ടു എ സർക്കസ്, ഒരു സർക്കസിലേക്ക് പോയി നോക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി, വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ, വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദ ടൈം. ലക്ലി ടു ഹിം, ആരുടെ ഭാഗ്യം? സത്യജിത് റേയുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഇദ്ദേഹം ഗോപി ഗെയിനെ ബാഗാബെയിനെ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതാണ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വാസ്തവത്തിൽ, വൺ കോൾഡ് ഭാരത് സർക്കസ് എന്ന് പേരുള്ള ഒരു സർക്കസ് കമ്പനി വാസ് വിസിറ്റിംഗ്, സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു, കൽക്കത്ത അറ്റ് ദ ടൈം, ആ സമയത്ത് കൽക്കത്തയിൽ ഷോ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലെക്കാണത്. അപ്പോൾ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാരത് സർക്കസ് എന്ന പേരുള്ള ഒരു സർക്കസ് കമ്പനി കൽക്കത്തയിൽ ഷോ നടത്തുന്നുണ്ടായിരുന്നു. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ, കൽക്കത്തയിലെ ഒരു പ്ലേസാണ്. മാർക്കസ് സ്ക്വയർ എന്നുള്ള സ്ഥലത്താണ് ഈ സർക്കസ് കമ്പനി ഷോകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സത്യജിത് റേ എന്ത് ചെയ്തു? വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. ഈ ഒരു ഭാരത് സർക്കസിൻ്റെ മാനേജർ എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. ആ തമിഴ്നാട്ടുകാരനായിട്ടുള്ള മാനേജറിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരാളെ അയച്ചു. ആൻഡ് ദെൻ വെൻറ്റ് ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അങ്ങനെ ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പോയിൻമെൻറ്റ്, സത്യജിത് റേ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു മീറ്റ് തമിഴ് മാനേജർ. ഒരു ദിവസം രാവിലെ ആ ഒരു മാനേജറെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഹി ഗ്രീറ്റഡ് us വാംലി, വളരെ ഉഷാറായിട്ട്, വളരെ എനർജറ്റിക്കായിട്ട് ഉഷാറായിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്തു. ആര്? ആ സർക്കസ് കമ്പനിയുടെ മാനേജർ. ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ കോഫി, അല്ലേ? അപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ, കേരളം തമിഴ്നാടൊക്കെ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ കോഫി എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഓർഡർ ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. ഞങ്ങൾ എന്തിനാണ് സന്ദർശിച്ചത് എന്നുള്ളതിൻ്റെ, എന്തിനാണ് ഞങ്ങൾ ആ സർക്കസ് കമ്പനി സന്ദർശിച്ചത് എന്നുള്ളതിൻ്റെ കാരണം ആര് കേട്ടു? ആര് ചോദിച്ചു മനസ്സിലാക്കി? മാനേജർ ഞങ്ങളോട് ചോദിച്ചു. ദെൻ, ശേഷം, സെൻഡ് ഫോർ വൺ മിസ്റ്റർ തോററ്റ്. എന്ത് ചെയ്തു? ഞങ്ങളുടെ അടുത്തേക്ക് ഒരു തോററ്റ് എന്നു പേരുള്ള ഒരാളെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു. ഹീ ടേൺ, അതായത് അതിലെ ഈ ടൈഗേഴ്സിനെ, ആ സർക്കസ് കമ്പനിയിലെ ടൈഗേഴ്സിന് ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനറാണ് ആര്?
തോററ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ഹീ ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. ഹീ വർക്ക്ഡ്, ടേൺഡ് ഔട്ട് മീൻസ് ഹീ വർക്ക്ഡ് ദ റിംഗ് മാസ്റ്റർ. ആ ഒരു റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ആ പേരിന് അതാണ് റിംഗ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ മീൻസ് എ പേഴ്സൺ ഹു ഈസ് ട്രെയിനിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ആനിമൽസ് ഇൻ എ സർക്കസ്. ഒരു സർക്കസിലെ മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവയെ കെയർ ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ട്രെയിനറെയാണ് നമ്മൾ റിംഗ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർക്കസ് കമ്പനിയിലെ ടൈഗേഴ്സിൻ്റെ റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ അനിമൽസിൻ്റെ ട്രെയിനറായിട്ടുള്ള മിസ്റ്റർ തോററ്റിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഹീ ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹവും ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. ആര്? മിസ്റ്റർ തോററ്റും ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. വെരി വെൽ ബിൽറ്റ്. വെരി വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ തോററ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? വെരി വെൽ ബിൽറ്റ് മീൻസ് ഫിസിക്കലി ഫിറ്റ്, ഹെൽത്തി, ആരോഗ്യമുള്ളവനാണ്. വെരി വെൽ ബിൽറ്റ് മീൻസ് വെരി ഹെൽത്തി, ആരോഗ്യമുള്ളവനാണ്. മാത്രമല്ല വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. പക്ഷേ അദ്ദേഹത്തിന് എന്ത് പ്രത്യേകതകളുണ്ട്? വിത്ത് ഫീച്ചേഴ്സ്, വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹി സം വാട്ട് മോർ ഓർ ലെസ് ഹി ലുക്സ് ലൈക്ക് എ നേപ്പാളി. അദ്ദേഹം ഒരു നേപ്പാളിയുടെ ഒരു ലുക്കാണ് അദ്ദേഹത്തിനെ കാണാൻ. അങ്ങനെയുള്ളൊരു പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള ഒരു വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. വെരി വെൽ ബിൽറ്റ്, വെരി ഹെൽത്തി, ആരോഗ്യമുള്ളവനാണ്. വിത്ത് ഫീച്ചേഴ്സ്, പ്രത്യേകതകളോടുകൂടിയ, സംവാട്ട്, ഏറെക്കുറെ ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി, ഒരു നേപ്പാളുകാരനായ ഒരാളെ ലുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു രൂപമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് 40 വയസ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ആർക്ക്? മിസ്റ്റർ തോററ്റിന്. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർആം. അദ്ദേഹം എന്ത് ചെയ്തു? ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഹി ഷോഡ് അസ്, ഞങ്ങൾക്ക് കാണിച്ചു തന്നു ആൻ ഓൾഡ് സ്കാർ, ഒരു പഴയ മുറിപ്പാട്. സ്കാർ എന്ന് പറയുന്നത് നമ്മൾ മുറിവൊക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടാകുന്ന കലയുണ്ടല്ലോ, അതിൻ്റെ പാട്, അതിനെയാണ് സ്കാർ എന്ന് പറയുന്നത്. ഫോർ ആം എന്ന് പറയുന്നത് ദ പാർട്ട് ബിറ്റ്വീൻ റിസ്റ്റ് ആൻഡ് ദി എൽബോ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോർ ആമിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഫോർ ആം മീൻസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു പഴയ മുറിപ്പാട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ആ മുറിപ്പാട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മുറിവ് എങ്ങനെയാണ് അയാളെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നത്? ഒരു കടുവ അയാളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സർക്കസിലുള്ള ഒരു കടുവ അയാളെ ആക്രമിച്ചത് കാരണം അയാൾക്കുണ്ടായ കയ്യിലുണ്ടായിട്ടുള്ള ഒരു മുറിപ്പാട് അയാൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ ടൈഗറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മാനേജറോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ്, ഒക്കറിങ് എന്ന കണ്ടത്, സംഭവിക്കുക, നടക്കുക എന്നൊക്കെയാണ്, ഫ്രൈസൽ വെർബാണ്. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷൂരി ഇൻ ബീർഭൂം. ബീർഭൂം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ആ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ഒരു സിറ്റിയാണ് ഷൂരി എന്ന് പറയുന്നത്. അത് സുരി എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഷൂരി എന്ന് വായിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ്. ഞങ്ങളുടെ ഗോപി ഗെയ്നെ ബാഗാ ബെയ്നെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? നിയർ ഷൂരി ഇൻ ബീർഭൂം. ബീർഭൂം ജില്ലയിലെ ഷൂരി എന്ന് പറയുന്ന സിറ്റിയുടെ പട്ടണത്തിൻ്റെ അടുത്താണ് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് ബീർഭൂം. ആ ബീർഭൂമിലെ ഒരു സിറ്റിയാണിത് ഷൂരി എന്ന് പറയുന്നത്. അതിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബൂ ഗ്രോവ്. മുളങ്കാട്, ബാംബൂ ഗ്രോവ് എന്ന് പറഞ്ഞാൽ മുളങ്കാട്. വി വാണ്ടഡ്, ഞങ്ങൾ ആഗ്രഹിച്ചു, ടു ഷോ എ ടൈഗർ, ഒരു റിയലായ ടൈഗറിനെ ഈ സിനിമയിൽ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എവിടെയാ? ഇൻ എ തിക്ക് ബാംബൂ ഗ്രോവ്. തിങ്ങി വളരുന്ന, തിക്കണ കട്ടി ഇടതൂർന്ന് വളരുന്ന അല്ലെങ്കിൽ തിങ്ങി വളരുന്ന ഒരു മുളങ്കാട്ടിലാണ്, അല്ലെങ്കിൽ മുളങ്കാടിനടുത്താണ് ഞങ്ങൾ ഈ ഒരു ടൈഗറിൻ്റെ സീൻ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. Underline. ഈ ഒരു ടൈഗറിന്, ഈ ഒരു കടുവക്ക് ആ സിനിമയിൽ ആകെ കൂടി ചെയ്യേണ്ടതായി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കടുവ അഭിനയിക്കേണ്ട ഷോട്ട് എന്തുമാത്രം എന്നറിയോ? ഓൾ ദ അനിമൽ വാസ് റിക്വയർഡ് ടു ഡു. ഓൾ ദ അനിമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മൃഗങ്ങളും എന്നല്ല, ടോട്ടലി ദ അനിമൽ എന്നാണ്.
മൊത്തമായിട്ട് അല്ലെങ്കിൽ ആകെ കൂടി ആ കടുവ ചെയ്യേണ്ടതായി വന്നത്, റിക്വയർഡ് ആവശ്യമായി വന്നത്, ടു ഡു അഭിനയിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആ സിനിമയിൽ എന്താണ്, വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ്, ആ മുളങ്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക, ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, ഒരു തുറന്ന സ്ഥലത്തേക്ക്, ഒരു പുൽമേടിലേക്ക് ആ മുളങ്കാട്ടിൻ്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വരിക. എന്നിട്ട് പേസ് ജെൻറ്റിലി ഫോർ എ വൈൽ, പേസ് പറഞ്ഞ വാക്ക് ജെൻറ്റിലി ഫോർ എ വൈൽ, കുറച്ച് നേരം വളരെ ജെൻറ്റിലായിട്ട് നടക്കുക. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ കടുവ എന്ത് ചെയ്യണം, ക്യാമറയിലേക്കൊന്ന് നോക്കണം. ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ട് എന്ത് ചെയ്യണം, കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇത് മാത്രമാണ് ആ കടുവ സിനിമയ്ക്ക് വേണ്ടി ആ ഷോട്ടിൽ ചെയ്യേണ്ടത്. ഓക്കെ, കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? സത്യജിത് റേ ചോദിച്ചു. ഭാരത് സർക്കസിൽ നിന്നുള്ള ഒരു കടുവക്ക് ഈ ഒരു ജോലി ചെയ്യാൻ കഴിയും? തൊട്ട് മുകളിൽ പറഞ്ഞ സെൻറ്റൻസ് ഉണ്ടല്ലോ, മുളങ്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക, എന്നിട്ട് പുൽമേടിലൂടെ എന്ത് ചെയ്യുക, ഒന്ന് വളരെ ജെൻറ്റിലായിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനുശേഷം പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുക, എന്നിട്ട് മുളങ്കാട്ടിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു പോവുക. ഭാരത് സർക്കസിൽ നിന്നുള്ള ഒരു കടുവക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. മിസ്റ്റർ തോററ്റ് നോട്ടഡ്. എസ്, അതേ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, തോററ്റ് ട്രെയിനർ എന്ത് ചെയ്തു, തലയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ആസ്ക്ഡ് ദ മാനേജർ. ഭാരത് സർക്കസിൻ്റെ മാനേജർ ചോദിച്ചു, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ഈ ഒരു കടുവയെ നിങ്ങൾക്ക് എത്ര കാലം വേണ്ടി വരും, എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി വരും? അപ്പോൾ റേ പറയുന്നു, പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്, ഐ റിപ്ലൈഡ്. മാനേജർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യജിത്ത് റേ പറഞ്ഞു, പെർഹാപ്സ് ഒരു പക്ഷേ കപ്പിൾ ഓഫ് അവേഴ്സ്, 2 hours ഫോർ ദ ഷൂട്ടിംഗ്. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കടുവയെ എത്തിച്ചു കഴിഞ്ഞാൽ, 2 മണിക്കൂർ മതി. എന്ത്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം 2 മണിക്കൂർ, അതാണ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ആ ഷൂട്ടിങ്ങിന് 2 മണിക്കൂർ വേണ്ടി വരും. ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ആ 2 മണിക്കൂർ എന്ന് പറയുന്നത്, ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷൂരി. ഈ ഷൂരി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഭാരത് സർക്കസ് ഷോ നടത്തുന്നത്. ആ ഷൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കടുവയെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഭാരത് സർക്കസ് മാർക്കസ് സ്ക്വയറിലാണ് എന്ത് ചെയ്യുന്നത്, കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയറിലാണ് ഭാരത് സർക്കസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഭാരത് സർക്കസ് ഷോ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഷൂരി എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. റേയുടെ സിനിമയുടെ ഗോപി ഗെയ്നെ ബാഗാ ബേനി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് കടുവയെ കൊണ്ടുപോകാനും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള സമയം കൂടാതെയുള്ള സമയമാണെന്ത്, ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ, ആ കടുവയെ കൊണ്ടുപോകാനും അവിടെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനുള്ള സമയം ഈ 2 മണിക്കൂറിൽ പെട്ടതല്ല. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിക്കാം. പക്ഷേ ദാറ്റ്, ആ സമയം, ഏത്, ആ 2 മണിക്കൂർ, വുഡ് ബി ആയിരിക്കും ഇൻ അഡീഷൻ ടു ദ ടൈം, സമയം കൂടാതെയായി, അല്ലെങ്കിൽ സമയത്തിന് പുറത്തായിരിക്കും. ഏത് സമയത്തിന്? ഇറ്റ് വിൽ ടേക്ക്, എടുക്കുന്ന, ടു ട്രാവൽ ടു, അങ്ങോട്ട് യാത്ര ചെയ്യാനും, ആൻഡ് ഫ്രം ഷൂരിയിൽ നിന്ന് ഷൂരിയിലേക്ക് അങ്ങോട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ടും കടുവയെ കൊണ്ടുപോകാനെടുക്കുന്ന സമയം കൂടാതെയുള്ള സമയമാണ്, അതിന് പുറമേയുള്ള സമയമാണെന്ത്, 2 മണിക്കൂർ. ചുരുക്കി പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് മാത്രം 2 മണിക്കൂർ വേണ്ടി വരും, കടുവയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സമയം വേറെയും വേണ്ടി വരും എന്നർത്ഥം. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, 2 ദിവസത്തിനേക്കാൾ യാത്രക്ക് എടുക്കില്ല എന്ന് മാനേജറോട് പറഞ്ഞപ്പോൾ, ഓൺ ബീങ് ടോൾഡ് പറയപ്പെട്ടപ്പോൾ, ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, 2 ദിവസത്തിനേക്കാൾ കൂടുതൽ യാത്രക്ക്, കടുവയെ കൊണ്ടുപോകാനുള്ള യാത്രക്ക് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ദ മാനേജർ എഗ്രീഡ്, മാനേജർ സമ്മതിച്ചു, ടു പുട്ട് ദ ടൈഗർ, കടുവയെ ഇടാൻ സമ്മതിച്ചു, ഇൻ ഹിസ് കേജ്, കടുവ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടിലിടാൻ സമ്മതിച്ചു, ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരു ലോറിയിൽ കടുവയെ അയക്കാനും തീരുമാനിച്ചു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ, അദ്ദേഹം എന്ത് ചെയ്തു, ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്ന ടൈഗറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോവ്? ഐ കുഡൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. റേ ഇതിൻ്റെ ട്രെയിനറോട്, മിസ്റ്റർ തോററ്റ് അല്ലേ, റിംഗ് മാസ്റ്ററോട് ചോദിച്ചു, ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി, എളുപ്പമായിരിക്കുമെന്ന്, ടു സെറ്റ് ദ അനിമൽ ഫ്രീ, ഈ ഒരു കടുവയെ സ്വതന്ത്രമാക്കി വിടൽ, ഇൻ ദ ബാംബു ഗ്രോവ്,
മുളങ്കാട്ടിൽ എന്ന് പറഞ്ഞാൽ കടുവ, ഇത് സർക്കസിലെ കടുവയാണ്. അതായത് കൂട്ടിൽ നിന്ന് നേരെ സർക്കസ് കൂടാരത്തിലേക്ക്, അത് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കടുവയുടെ കൂട്ടിലേക്ക്. ഇങ്ങനെയുള്ളൊരു കടുവയെ, ഓപ്പൺ സ്പേസാണ് മുളങ്കാട്, ഓപ്പൺ സ്പേസാണ്, കാടിനടുത്താണ്, ഫോറസ്റ്റിനടുത്താണ്. അങ്ങനെയുള്ളൊരു ഓപ്പൺ സ്പേസിൽ ഇതിനെ സ്വതന്ത്രമാക്കി തനിച്ച് വിടുന്നത് ഈസി ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ട്രെയിനറോട്, റിംഗ് മാസ്റ്ററോട് ആര് ചോദിച്ചു? സത്യജിത് റേ ചോദിച്ചു. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്, ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് മൈ ഡൗട്ട്. ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്നത് സഹായിക്കുക എന്നല്ല, സ്റ്റോപ്പ് ചെയ്യുക എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചോദ്യത്തെ തടയാൻ കഴിഞ്ഞില്ല, എൻ്റെ മനസ്സിൽ വന്ന ആ ചോദ്യത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. സ്റ്റോപ്പ്, ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തടയുക, സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ ഐ കുഡിൻറ്റ് ഹെൽപ്പ്, നമ്മൾ പറയില്ല എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയില്ലേ, എന്നതുപോലെ ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്, എൻ്റെ ചോദ്യത്തെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ കഴിയില്ല, ഞാൻ ചോദിച്ചു ഇത്. മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട്. ഇത് കേട്ടപ്പോൾ മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രീസ്ഡ് ഫോർ ഹെഡ് എന്നൊക്കെയാണ്, നെറ്റി ചുളിക്കുക എന്നൊക്കെയാണ്. മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട്, മിസ്റ്റർ തോററ്റ് നെറ്റി ചുളിച്ചു അല്ലേ. നമ്മൾ നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രയാസകരമായൊരു കാര്യം സംശയം ഉണ്ടാകുമ്പോഴാണല്ലോ. അതേപോലെ തന്നെയാണ് എന്തുള്ള ചോദ്യത്തിനാണ്, അതായത് ഒരു ഓപ്പൺ മുളങ്കാട്ടിൽ ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെയുള്ള ഒരു കടുവയെ, റിയലായിട്ടുള്ള കടുവയെ തുറന്നു വിടാൻ പറ്റുമോ, അത് ഈസി ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് റിംഗ് മാസ്റ്ററുടെ റീപ്ലൈ ആണ് പറയുന്നത്. ഇക്കോളൂ, മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട്. മിസ്റ്റർ തോററ്റ് എന്ത് ചെയ്തു? നെറ്റി ചൊളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐ ആം നോട്ട് ഷുവർ. ഹി റിപ്ലൈഡ്. അയാൾ മറുപടി പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. കണ്ടോ, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം, ഞാൻ അവനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല, കടുവയെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല, ഔട്ട് ഓഫ് ഹിസ് കേജ്, കൂടിന് പുറത്തേക്ക് പോകാൻ, ഓൺ ഹിസ് ഓൺ, സ്വന്തം ഇഷ്ടപ്രകാരം. സ്വന്തം ഇഷ്ടപ്രകാരം കൂടിൻ്റെ പുറത്തേക്ക് പോകാൻ, കടുവയെ പുറത്തേക്ക് പോകാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് റിയലി ഐ ഡോണ്ട് നോ, എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല വാട്ട് വിൽ ഹാപ്പൻ, വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട് പോസിബിൾ, അത് സാധ്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് റിംഗ് മാസ്റ്റർ വളരെ വ്യക്തമായിട്ട്, ക്ലിയർ ആയിട്ട് റേയോട് പറഞ്ഞു. വാട്ട്, എന്ത്? വർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? ഈ ഒരു റിംഗ് മാസ്റ്ററുടെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഈ ഒരു കമൻറ്റ്, ഈ ഒരു റീപ്ലൈ കേട്ടപ്പോൾ സത്യജിത് റേക്ക് വിഷമായി. അദ്ദേഹം ചിന്തിക്കുകയാണ്, വാട്ട്, എന്ത്? വർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? ഞങ്ങളുടെ പ്ലാനുകളൊക്കെ പാഴായി പോവുകയാണോ? ശരിക്കും ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ്, അഴുക്കുചാലെന്നൊക്കെയാണ്, എന്നാൽ വേസ്റ്റായി പോവുക. ഇതുവരെ സിനിമ തന്നെ അല്ലേ, ഈ സിനിമയുടെ ഭാഗമാണ് എന്ത്, ഗോപി ഗെയ്നെ ബാഗാ ബേനി എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്, ദ ഷോട്ട് ഓഫ് ദ ടൈഗർ എന്ന് പറയുന്നത്, ഈ കടുവയുടെ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കടുവയുടെ ഷോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട ഭാഗം പോയി. അതുകൊണ്ട് ചിന്തിക്കുകയാണ്, ഫോർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? ഞങ്ങളുടെ ഈ പ്ലാനുകൾ മുഴുവനും പാഴായി പോവുകയാണോ? ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ അനിമൽ? അല്ലേ, എന്താ പറഞ്ഞത് റിംഗ് മാസ്റ്റർ? എന്താ പറഞ്ഞത്? ഞാൻ ആ കടുവയെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി കൂട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നടക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നാ. എന്ന് പറഞ്ഞാൽ ആ കടുവയുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും? റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോററ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സത്യജിത് റേ ചിന്തിക്കുകയാണ്, ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ? എങ്ങനെയാണ് നമുക്ക് അനുവദിക്കാൻ കഴിയുക ടൈഗേഴ്സ് ട്രെയിനർ? ഈ കടുവയുടെ പരിശീലകനെ നമുക്ക് എങ്ങനെ അനുവദിക്കാൻ കഴിയും? ബി സീൻ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ കഴിയും വിത്ത് ദ അനിമൽ, ഈ മൃഗത്തോടൊപ്പം. എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഈ കടുവയെ കാണിക്കുന്നത് ഒരു വൈൽഡ് അനിമലായിട്ടാണ്, കാട്ടിൽ നിന്നും വരുന്ന റിയൽ ആയിട്ടുള്ള ഒരു ഫെറോസിയസ് ആയിട്ടുള്ള ഒരു അനിമലായിട്ടാണ്, എന്താ പറയുക, ഒരു വന്യമൃഗമായിട്ടാണ് ആരെ കാണിക്കുന്നത്? ഈ സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും ഈ സിനിമയുടെ തീം അതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു കടുവയെ കാണിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കടുവയെ കാണിക്കാനാണ് സത്യജിത് റേ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് കടുവ അതിലൂടെ നടന്നു വരുമ്പോൾ, മുളങ്കാട്ടിൻ്റെ പിന്നിൽ നിന്ന് നടന്നു വരുമ്പോൾ, ആ ട്രെയിനറും കൂടെ, അതായത് റിംഗ് മാസ്റ്ററും കൂടെ ഒപ്പം നടന്നു വരിക എന്ന് പറഞ്ഞാൽ തീർത്തും ആ സീരിയസ് ആയിട്ടുള്ള രംഗം എന്തായിട്ട് മാറും? കോമഡി ആയിട്ട് മാറും. കാരണം എന്താ? റിംഗ് മാസ്റ്ററുടെ കൂടെ നടന്നു വരുന്ന ടൈഗറിനെ കാണുമ്പോൾ ഈ ഗോപിയും ബാഗയും പേടിച്ച് കഴിഞ്ഞാൽ തന്നെ അതെന്തായി? കോമഡിയായി മാറും. കാരണം പേടിക്കില്ല, കാരണം അതെന്താണ്? സർക്കസിലെ മൃഗമാണ് എന്നുള്ള കാര്യം അപ്പോൾ എന്താകും? അല്ലെങ്കിൽ
എന്താ പറയുക, അതൊരു വൈൽഡ് അനിമൽ അല്ല എന്നുള്ള കാര്യം ഈ സിനിമ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റേ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ അനിമൽ, ഈ ഒരു മൃഗത്തോടൊപ്പം എങ്ങനെ കടുവയെ നമുക്ക് ഈ ഒരു കടുവയോടൊപ്പം എങ്ങനെ നമുക്ക് ഈ പരിശീലകനെ ഈ വിഷ്വലിൽ കാണിക്കാൻ കഴിയും. ഹൗ കുഡ് ഗോപി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ്, എങ്ങനെയാണ് ഗോപിയും ബാഗയും, പെട്രിഫൈഡ് ആണ് ഫ്രൈറ്റൻഡ്, ഭയപ്പെടുക, എങ്ങനെയാണ് ഗോപിയും ബാഗയും ഭയപ്പെടുക. ഇഫ് ദ സപ്പോസഡ്ലി ഫെറോഷ്യസ് അനിമൽ, അതായത് ഈ സാങ്കല്പികമായിട്ടുള്ള ഈ ഫെറോഷ്യസ് അനിമൽ, ഈ വൈൽഡ് അനിമൽ വാസ് അക്കമ്പനീഡ്, തുടർന്ന് വരുമ്പോൾ ഫോളോ ചെയ്തു വരുമ്പോൾ ബൈ എ മാൻ, ഒരു മനുഷ്യൻ്റെ ഒപ്പം, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അതായത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ ഒരു സിനിമയിൽ കാണുന്ന ടൈഗർ റിയലായ ടൈഗറാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഷൂട്ട് ചെയ്യിക്കേണ്ടത്. കാരണം മുളങ്കാട്ടിൻ്റെ പിന്നിൽ നിന്ന് യഥാർത്ഥത്തിലുള്ളൊരു വൈൽഡ് അനിമൽ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന അനിമലിനെ ടൈഗറിനെ കാണുമ്പോൾ ഗോപിയും ബാഗയും ഭയപ്പെടുകയാണ്. ആ ടൈഗറിൻ്റെ കൂടെ ഈ എന്താ പറയുക, നമ്മുടെ റിംഗ് മാസ്റ്ററും കൂടി നടന്നു വരികയാണെങ്കിൽ എന്താ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഗോപിയും ബാഗയും ഈ ടൈഗറിനെ കണ്ടാൽ, റിംഗ് മാസ്റ്ററുടെ കൂടെ നടന്നു വരുന്ന ടൈഗറിനെ കണ്ടാൽ ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ആ ഒരു സീരിയസ്നെസ് പോയിട്ട് ഒരു കോമഡി ആയിട്ടാണ് മാറുക. അപ്പോൾ സാങ്കല്പികമായിട്ടുള്ള വൈൽഡ് അനിമൽ, സാങ്കല്പികമായെന്ന് പറഞ്ഞാൽ സിനിമയിൽ എല്ലാ സർക്കസിലെ മൃഗമാണ്, പക്ഷെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ശരിക്കും ഒരു വൈൽഡ് അനിമലായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു അനിമലിൻ്റെ കൂടെ, അങ്ങനെയുള്ളൊരു ടൈഗറിൻ്റെ കൂടെ ഒരു റിംഗ് മാസ്റ്ററും കൂടി നടന്നു വരിക, ഫോളോ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗോപിയും ഭാഗയും ഭയപ്പെടുക? നോ, ഇല്ല. വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. ഒരിക്കലും ആ ഒരു സീൻ നമുക്ക് അനുവദിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഷോട്ട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഏത് ഷോട്ട്? ടൈഗറിൻ്റെ കൂടെ റിംഗ് മാസ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, വിഷ്വലിൽ കാണിക്കാൻ കഴിയില്ല, സാധ്യമല്ല.